പ്രൈസ് ലോർഡ്. കർത്താവ് എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നു, അതിൻ്റെ ശേഷം അബ്രാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ, അബ്രാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവും ആകുന്നു. ഈ ബാഡ് സ്വപ്നങ്ങൾ, അതായത് പേടിപ്പിക്കുന്ന സ്വപ്നങ്ങൾ കാണുന്ന ആൾക്കാരെ കർത്താവ് എനിക്ക് കാണിച്ചു തരുന്നു. രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ എന്താണ് പറയുക, പിശാചി വന്ന് കഴുത്തിൽ ഞെക്കുക, ആത്മഹത്യയെക്കുറിച്ച്, അതായത് തൂങ്ങി മരണങ്ങളെക്കുറിച്ച് സ്വപ്നം കാണുക, ഇങ്ങനെയുള്ള ബാഡ് സ്വപ്നങ്ങളെക്കുറിച്ച്, ഡ്രീമിനെ കാണുന്ന ആൾക്കാരെ കർത്താവ് എനിക്ക് കാണിച്ചു തരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന കാര്യങ്ങൾ മുന്നമേ ദൈവം തമ്പുരാൻ കാണിച്ചു തരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആ സമയം തന്നെ മനസ്സിലായ 2-3 ദിവസം കഴിഞ്ഞിട്ടല്ല, നേരം വെളുത്തിട്ടല്ല, നിങ്ങൾ എപ്പോഴാണ് ഈ സ്വപ്നം കാണുന്നത് അപ്പോൾ തന്നെ ചാടി എണീറ്റ് കർത്താവിൻ്റെ മുമ്പിൽ നിന്ന്, പിതാവേ, ഈ ആപത്തിൽ നിന്നും, ഈ പൈശാചികമായ പ്രവൃത്തിയിൽ നിന്നും എന്നെ വിടുവിക്കണേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. മനസ്സിലായോ? അല്ലാഞ്ഞാൽ ഈ സ്വപ്നം നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള ബാഡ് സ്വപ്നം, തൂങ്ങിയ മരണം സ്വപ്നം കണ്ടാൽ, ആക്സിഡൻറ്റുകൾ സ്വപ്നം കണ്ടാൽ, അല്ലെങ്കിൽ എന്താണേലും ബാഡ് സ്വപ്നങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കുക. ദൈവമേ, ഈ പൈശാചികമായ പ്രവൃത്തി എന്നിൽ നിന്ന് നീങ്ങിപ്പോകണേന്ന് പ്രാർത്ഥിക്കാം. ആമേൻ. ഇനി കർത്താവ് പറയുന്നു, അബ്രാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവും ആകുന്നു. നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നിങ്ങളെ ആ ഒരു പൈശാചിക പ്രവൃത്തിയിൽ നിന്നും വിടുവിക്കും. അതുകൊണ്ട് തന്നെ ഈ സ്വപ്നത്തിൽ കണ്ടതൊന്നും നിങ്ങളുടെ ലൈഫിൽ വന്ന് ചേരുകയില്ല. ആമേൻ. ഇനി ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ ഭവനത്തിലായിരിക്കുമ്പോഴും ഭവനത്തിനുള്ളിലേക്ക് കയറുമ്പോഴും ഭവനത്തിന് പുറത്തേക്ക് പോകുമ്പോഴും നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കയറാനും പാടുള്ളൂ, ഇറങ്ങിപ്പോകാനും പാടുള്ളൂ. ഞാൻ പണ്ട് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്, നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ നിങ്ങളുടെ വീടിൻ്റെ ചുമരുമേലും കതകുമേലും ജനാലമേലും എന്താണ് പറയുക, വീടിനകത്തൊക്കെ തൊട്ടിട്ട് യേശുവിൻ്റെ രക്തത്താൽ ജയമെടുക്കുന്നു എന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ ഒരു മുദ്ര നിങ്ങളുടെ ഭവനത്തിന്മേൽ ഉള്ളിടത്തോളം കാലം ഒരു കള്ളനും, ഒരു കൊലപാതകയും, ഒരു ശത്രുവും നിങ്ങളുടെ കുടുംബത്തിനകത്ത് കയറത്തില്ല. നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ച് പോവുകയും വീടിനകത്തേക്ക് കയറുമ്പോഴും നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കയറുകയും ചെയ്താൽ നിങ്ങളെ ഒരു ശത്രുവും തൊടാതെ വണ്ണം കർത്താവ് നിങ്ങളെ കരുതിക്കൊള്ളും. കാരണം ദൈവത്തിൻ്റെ കരുതൽ നിങ്ങളുടെ തലമേൽ ഉണ്ടാകും. ആമേൻ. അതിനാൽ ബാഡ് സ്വപ്നങ്ങൾ കാണുമ്പോൾ പ്രാർത്ഥിക്കുക, വീടിന് പുറത്തിറങ്ങുമ്പോഴും പ്രാർത്ഥിച്ചിട്ട് പോവുക, വീടിന് എന്താണ് പറയുക, അകത്തേക്ക് കയറുമ്പോഴും പ്രാർത്ഥിക്കുക. നിങ്ങളുടെ തലമുറകൾ, നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ ഭാര്യ, ആരായിരുന്നാലും പുറത്തേക്ക് പോകുമ്പോൾ അവരെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചതിന് ശേഷം മാത്രം പുറത്തേക്ക് വിടുക. മനസ്സിലായോ? അപ്പം നിങ്ങൾ ചോദിക്കാം, വീടിൻ്റെ അകത്ത് കയറുമ്പോൾ എന്തിനാ പ്രാർത്ഥിക്കുന്നതെന്ന്. അത് നമ്മൾ പുറത്തേക്ക് പോകുന്നു, തിരിച്ചു വരുമ്പോൾ നമ്മുടെ വീടിനകം സുരക്ഷിതമാണ്, നമുക്ക് സുരക്ഷിതമാണെന്ന് ഒരിക്കലും പറയാൻ പറ്റാത്തൊരു കാലഘട്ടമാണിത്. അതുകൊണ്ട് വീടിനകത്തേക്ക് കയറുമ്പോഴും പ്രാർത്ഥിച്ചിട്ട് കയറുക. ആമേൻ. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.